ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു. ये खुशी की बात है कि पिछले वर्ष ऐसे अनेक कार्य किए गए हैं जिनमें भारतीयता की भावना का विस्तार हुआ और हमने औपनिवेशिक मानसिकता के अवशोष को खत्म करने की ओर ठोस कदम उठाए हैं. विकास और जनसेवा की ये यात्रा निरंतर आगे बढ़ेगी तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहेंगे. രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി. In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated. പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. VBG റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10ന്റെയും 20ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു.
നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN രാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर, लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपापोती वाले इलेक्शन पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन को छिपाने का प्रयास है. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1ഉം 2ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു.
കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.